നീ മെലിഞ്ഞു പോയി, ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലോടാ. അയ്യോ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ചു. എന്റെ പൊന്നു മോനെ ഒന്നും പറയണ്ട, അവന്റെ മോളായിട്ട് അവനെ സഹിക്കുന്നു. ഇവള് ജോമി എന്ന് പറഞ്ഞു അറിയാലോ, ഇവള് അവനെ സ്നേഹിച്ചു. അത് നമ്മൾ പിന്നെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നടത്തി കൊടുത്തു. മോനെ അവൻ ഒരു ജോലിയില്ല, ഇവള് നേഴ്സ് ആയതുകൊണ്ട് ഇവളുടെ പാവാട വിസയിൽ അവൻ പോയതാ. അവളൊരു പബ്ബിൽ പോകാൻ അവൻ സമ്മതിക്കത്തില്ല. അവൾക്ക് ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ അവള് രാത്രിയിലൊക്കെ അവരോട് കറങ്ങാൻ പോകും. അതിന് ഭർത്താവാണെന്ന് പറഞ്ഞ് അതിന് നമുക്ക് കൂട്ടി നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ജീരയോട്, ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരുത്തരെ നീ ഇതിന്റെ കൂടെ കൂട്ടാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ 3 Wise Monkeys എന്ന് പറഞ്ഞൊരു പബ്ബുണ്ട്. 3 സായിമാരെ എന്നെ എടുത്ത് നോക്കിയത്. പപ്പ കണ്ടായിരുന്നു. പപ്പ പറഞ്ഞു അവിടെ മൊത്തം ഒരു 30 ഡിവോഴ്സ് ഞാൻ നടത്തി. അപ്പം പിന്നെ പറഞ്ഞു എന്നാ ആന്റി ഡിവോഴ്സ് സൊസൈറ്റി ലേഡിയുടെ പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞ് ബാഡ്ജൊക്കെ തന്നു. അവിടുത്തെ ഓസ്ട്രേലിയൻ പ്രസിഡന്റ്. ഇനി പോകുന്നുണ്ട്. ഇനിയിപ്പം മൊത്തം ഇനി ഒരു 20 ഡിവോഴ്സും കൂടെ നടത്തണം. ഞാൻ ഇംഗ്ലീഷ് കഫേ ഇല്ലേ, ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഒരു ഇതുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. പ്രായമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓൺലൈനായിട്ട് പെട്ടെന്ന് പഠിക്കാനും പറ്റും. പെട്ടെന്ന് സംസാരിച്ച് പഠിപ്പിക്കും. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ നമ്മൾ എന്ത് വേണം സംസാരിക്കുക. വീട്ടിൽ നിനക്ക് ഇംഗ്ലീഷ്, ഞാനിതൊക്കെ ഇംഗ്ലീഷിലാണ് സാധാരണ സംസാരിക്കുന്നത്. അപ്പം നിനക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ മലയാളത്തിലാണ്. പപ്പയുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഞാൻ പപ്പനെ ഡിവോഴ്സ് ചെയ്യേണ്ടതാ. പപ്പ അരി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പപ്പയെ ഡിവോഴ്സ് ചെയ്യും. അതിനറിയാം, ഡിവോഴ്സ് ചെയ്യും. ഡിവോഴ്സ്